തിരക്കിട്ട കൂടിയാലോചനകൾക്കാണ് രാജ്യതലസ്ഥാനം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി അർദ്ധസൈനിക വിഭാഗങ്ങളുടെ മേധാവികൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം അതിർത്തിയിലെ തുടർച്ചയായ പാക് പ്രകോപനത്തിന് സുരക്ഷാസേന കനത്ത തിരിച്ചടി നൽകി. പാകിസ്ഥാനെതിരെ സൈനിക നീക്കങ്ങളിലേക്കടക്കം ഇന്ത്യ കടന്നേക്കുമെന്ന സൂചനകൾക്കിടെയാണ് ഡൽഹിയിൽ ആഭ്യന്തരമന്ത്രിയുടെ ഉന്നതതല യോഗം. NSG, SSB, BSF തുടങ്ങി സേനാ വിഭാഗങ്ങളിലെ മേധാവികൾക്കായുള്ള യോഗത്തിൽ ആഭ്യന്തര സെക്രട്ടറിയും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ കേന്ദ്ര മന്ത്രിസഭായോഗം ചേരാനിരിക്കെയായിരുന്നു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉന്നതതല യോഗം. ജമ്മു കാശ്മീരിലെ കുപ്വാരയിലും ബാരാമുള്ളയിലും രാജ്യാന്തര അതിർത്തിയോട് ചേർന്നുള്ള അഖ്നൂരിലും പാക് പോസ്റ്റുകളിൽ നിന്ന് വെടിവെപ്പുണ്ടായി. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു. രാജസ്ഥാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ വെബ്സൈറ്റും പാക് ഹാക്കർമാർ ഹാക്ക് ചെയ്തു. പ്രകോപനം തുടരുന്ന പാകിസ്ഥാനെതിരെ ഇന്ത്യ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമമേഖലയിൽ അനുമതി നിഷേധിക്കും. ഇന്ത്യൻ തുറമുഖങ്ങളിൽ നിന്ന് പാക് കപ്പലുകൾക്കും നിരോധനം ഏർപ്പെടുത്തിയേക്കും. അതിർത്തി കടന്നെന്നാരോപിച്ച് കസ്റ്റഡിയിലെടുത്ത BSF ജവാനെ 6 ദിവസം പിന്നിട്ടിട്ടും പാകിസ്ഥാൻ വിട്ടു നൽകിയിട്ടില്ല. ഉന്നതതല യോഗത്തിലെ വിവരങ്ങൾ നാളെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിശദീകരിക്കും. സൈനിക നീക്കത്തിലും സുരക്ഷയിലുമടക്കം നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന. ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം വിനീത VG 24.